ദശമസ്കന്ധമാണ് അതിൽ ഈ ഓരോരോ സ്കന്ധത്തിൽ ഓരോരോ ലീലകളാണ് ഭാഗവതത്തിൽ വന്നത്. അപ്പം അതിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഭൂതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളാണ് ഈ ഭാഗവത പുരാണത്തിലുള്ളത്. ഈ 10 ലക്ഷണങ്ങളും തികഞ്ഞ ഏറ്റവും നല്ല ഉത്തമമായൊരു പുരാണമാണ് നമ്മൾ വായിക്കുന്ന ഭാഗവത പുരാണം. അതിൽ ദശമസ്കന്ധത്തിൽ നിരോധം എന്ന് പറയുന്ന ഒരു ലീലയാണ് വന്നത്. നിരോധം എന്ന് പറഞ്ഞാൽ സ്വതവേ നമ്മളുടെ മനസ്സിനെ എപ്പോഴും ഈ പല വഴിക്കും പോകും. സാധാരണ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സ് ഈ കുടുംബത്തിലുള്ള പല കാര്യങ്ങളിലേക്കും പോകും, നാട്ടിലുള്ള പല കാര്യങ്ങളിലേക്കും മനസ്സിങ്ങനെ എപ്പോഴും ഓടിപ്പോകും. അതാണ് മനസ്സിൻ്റെ ഒരു സ്വഭാവം. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ എന്ത് ചെയ്യണം? അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ആ മനസ്സ് ഭഗവാനിലേക്ക് മാത്രമാണ്. അതത്ര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ശ്രീശുഖ ബ്രഹ്മർഷി അതെങ്ങനെ സാധിക്കും എന്നാണ് ഈ ദശമസ്കന്ധനോട് വന്നിരിക്കുന്നത്. ദശമസ്കന്ധത്തിനാകെ 90 അധ്യായം. ആ 90 അധ്യായങ്ങളെ കൊണ്ട് പല പല വഴിക്ക് ഓടിപ്പോകുന്ന മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് ഭഗവാന്റെ പാദത്തിലേക്ക് മാത്രം ഏകാഗ്രമാക്കി വെക്കുക, ഇതാണ് ഈ 90 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ദശമസ്കന്ധത്തിൽ വേറെ യാതൊരു കഥയും പറയുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ മാത്രമേ പറയുന്നു. അപ്പോൾ നമ്മളുടെ മനസ്സ് എവിടേക്കാവണം? ഭഗവാനിൽ മാത്രമായി തീരണം, ശ്രീകൃഷ്ണ ഭഗവാനിൽ മാത്രമായി തീരണം. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ഭഗവാന്റെ സ്വരൂപം ധ്യാനിച്ചിട്ട് ആ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സ്വരൂപം നമുക്ക് എത്രത്തോളം മനസ്സുകൊണ്ട് കാണാൻ പറ്റും. നമ്മുടെ ഭാവന എന്നൊരു ശക്തി, നമ്മുടെ ഭാവനാശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? ആ ശ്രീകൃഷ്ണന്റെ രൂപം നല്ലതുപോലെ കാണും. അപ്പോൾ ഗംഗാനദിയുടെ തീരത്താണ് ഈ പരീക്ഷിത മഹാരാജാവ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. ഒരു ചക്രവർത്തിയുടെ മനസ്സ് എപ്പോഴും എവിടെയായിരിക്കും? ഈ രാജ്യകാര്യങ്ങളിലായിരിക്കും എപ്പോഴും വ്യാപരിക്കുക. അപ്പോൾ രാജ്യകാര്യങ്ങൾ എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരുന്ന ആ ചക്രവർത്തിയുടെ മനസ്സ് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് മാത്രമായി തീരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ശാപം കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ 7-ാം ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് മരിക്കും എന്നൊരു ശാപം കിട്ടാൻ. ആ കഥയൊക്കെ വിസ്തരിച്ചതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്ത്? ഈ ശാപം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം അദ്ദേഹം ശാപം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? കൊട്ടാരത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നൊരു ശാപമുണ്ട്, ഞാൻ 7 ദിവസം ജയിച്ചിരിക്കും. 7 ദിവസം തന്നെ കൃത്യം 7 ദിവസം. കൃത്യം 7-ാമത്തെ ദിവസം തക്ഷകൻ എന്ന പാമ്പ് വരും, എന്നെ കടിക്കും. അപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല എത്ര ദിവസമാണ് ഇനി ജീവിതം ബാക്കിയുള്ളതെന്ന് പറയാൻ കഴിയും. പക്ഷേ പരീക്ഷത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പായി അദ്ദേഹം കൃത്യം 7-ാം ദിവസം മരിക്കുള്ളൂ. 7 ദിവസം മരിക്കില്ല എന്ന് ഉറപ്പ്. ഇനി ആ ഒരു മുനികുമാരൻ ഒരു വാക്ക് പറഞ്ഞാൽ ഋഷീണാം പുനരാര്യാനാം വാചമർത്ഥോന് ധാവതി. മഹർഷിമാരൊരു കാര്യം പറഞ്ഞാൽ അവരെന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കും. പിന്നെ അത് ഒരു ലവലേശം പോലെ എന്താണെന്ന് മാറിപ്പോകും. അപ്പോൾ പരീക്ഷൻ്റെ മനസ്സിൽ ഞാൻ കൃത്യം 7-ാം ദിവസം കർഷകരെ വെച്ചിട്ടാണ് മരിക്കാൻ പോകുന്നത്. ഉടനെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഭാഗവതം പറയും ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ ഏറ്റവും പ്രയാസം പറയും. തീരുമാനങ്ങൾ എത്രയെങ്കിലും വൈകി എടുക്കരുത്, പെട്ടെന്ന് എടുക്കാം.
അപ്പോൾ കൊട്ടാരത്തിൽ അദ്ദേഹം പെട്ടെന്ന് തീരുമാനമെടുത്തു, ഇനി എൻ്റെ രാജ്യഭരണം മുഴുവൻ ഞാൻ എൻ്റെ പുത്രനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ പേര് ജനമേജയൻ. ആ ജനമേജയൻ എന്ന് പറയുന്ന പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചു. പിന്നെ അവിടെ പ്രധാനപ്പെട്ട അമാത്യന്മാരുണ്ടാവും, സേനാപതിമാരുണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും. അവരെല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പറഞ്ഞത്, ഞാനിനി ഇവിടെ ഇരിക്കുന്നില്ല. പിന്നെ തലയിൽ കിരീടമുണ്ട്, ആ കിരീടം ജനമേജയൻ്റെ തലയിൽ വെച്ചു കൊടുത്തു.